നമ്മുടെ VS രഞ്ജിത്താണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞാലോ? ഹലോ അങ്കിൾ, ഗുഡ് മോർണിംഗ്. എന്റെ അമ്മയെ അങ്കിളൊന്നും വിളിക്കില്ലേ? കേൾക്കാതെ വിളിച്ചാൽ മതി. VS രഞ്ജിത്ത്, നമ്മുടെ അന്നയ്ക്കൊന്ന് VS രഞ്ജിത്തിനോട് സംസാരിക്കണം, വാർത്ത വായിക്കണം എന്നൊക്കെ ഒരു ചെറിയ ആഗ്രഹം. അതാണ് ഇപ്പോൾ നമ്മൾ അന്നയെ കൊണ്ടൊരു ഗുഡ് മോർണിംഗ് പറയിപ്പിച്ചത്. ഈസ്റ്റർ ആയിട്ട് എന്താ വിശേഷം എന്ന് ചോദിച്ചു നോക്കാം. ഈസ്റ്റർ ആയിട്ട് എന്തുണ്ട് വിശേഷമൊക്കെ? അത് കുഴപ്പമില്ല, അങ്കിൾ എന്ന് വിളിക്കാൻ മതി. ഈസ്റ്റർ ആയിട്ട് ഗംഭീരമായിട്ട് പോകുന്നു. എവിടെയെങ്കിലൊക്കെ പോയി ഭക്ഷണം കഴിക്കണം. പിന്നെ നമുക്കൊരു മോട്ടിവേഷൻ ഒക്കെ ആണല്ലോ ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ. അതെ, ഭക്ഷണം കഴിക്കാനുള്ള മോട്ടിവേഷൻ ആണോ രഞ്ജിത്തെ? എല്ലാറ്റിനുള്ള മോട്ടിവേഷനാണ്. അപ്പൊ നമുക്ക് ഇനി കാര്യത്തിലേക്ക് കടന്നാൽ, അതായത് വാർത്തയിലേക്ക് വന്നാൽ, ഈ കൊടുവള്ളിയിൽ വീണ്ടും വൻ ലഹരി ശേഖരം പിടികൂടി എന്നൊരു വാർത്ത വരുന്നുണ്ട്. അതിൽ ഈ 11,000 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നമാണ് ഒരു വീട്ടിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത് അല്ലേ? ഒരാളെ അറസ്റ്റ് ചെയ്തു എന്നും കേൾക്കുന്നുണ്ടല്ലോ. അതായത് ഒരു ഭാഗത്ത് ഈ MDMAയും കഞ്ചാവും ഒക്കെ ആണെങ്കിൽ ഇതിപ്പോൾ പിടികൂടിയിരിക്കുന്നത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ്. അതിൻ്റെ കണക്ക് ഈ വാർത്ത ഇട്ട ദീപക് മലയമേൻ്റെ തന്നെ കണക്ക് പറയും. ആ നിരോധിത ഉൽപ്പന്നങ്ങൾ കൊടുവള്ളിയിൽ നിന്നല്ലേ പിടിച്ചത്? കൊടുവള്ളി മടവൂർമുക്ക് സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് മുസ്ലിം എന്ന് പറഞ്ഞ ആളുടെ കൈവശത്തു നിന്നാണ് പിടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്നലെ വലിയ രീതിയിലുള്ളൊരു പരിശോധന നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആളുടെ ഷോപ്പിൽ നിന്ന്, ഒരു ചെരുപ്പ് കടയാണ്, അവിടുന്ന് തന്നെ സാധന സാമഗ്രികൾ പിടികൂടിയിരുന്നത്. അതിനുശേഷമാണ് കൊടുവള്ളി പോലീസ് വീണ്ടും പരിശോധനയിലേക്ക് പോകുന്നത്. ഇന്നലെ രാത്രി ഏതാണ്ട് 12 മണിയോട് കൂടിയാണ് മടവൂർമുക്കിൽ ഈ വീട്ടിലേക്ക് പോലീസ് എത്തി പരിശോധന നടത്തുന്നത്. ആ ഘട്ടത്തിലാണ് 11,000 പാക്കറ്റാണ് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയിട്ടുള്ളത്. അതിൽ തന്നെ ഹാൻഡ്സ് ഏതാണ്ട് 9,000-ലധികം പാക്കറ്റുകൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കുള്ളിപ്സ് എന്ന് പറയുന്ന അത് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് മുൻപ് ആരാമ്പ്രം മേഖലയിൽ ഇദ്ദേഹം ഒരു ഷോപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. അന്നും സമാനമായ രീതിയിൽ ഷോപ്പിൽ വെച്ചിട്ട് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന കമ്മോഡിറ്റി എന്താണോ അതല്ല, അതിനപ്പുറത്ത് വലിയ വിപണനം നടത്തിയിരുന്നത് ലഹരിയാണ് എന്നുള്ളത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നടത്തിയ പരിശോധനയാണ് അറസ്റ്റ് നടപടിയിലേക്ക് പോലീസ് പോവുകയും ചെയ്തത്. ആൾക്കാർ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടല്ലേ? ഉണ്ടെന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്, കാരണം ഇത്രയും വലിയ ശേഖരം ഉണ്ടെങ്കിൽ. ഓക്കെ, ഇതാണ് അപ്പോൾ ശ്രുതി ഈ പിടിച്ചിട്ടുള്ള നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ കണക്ക്. രഞ്ജിത്തെ, ശരിക്കും ആൾക്കാരിതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നത് സത്യമാണ്. പക്ഷേ ഇതാരൊക്കെ ഉപയോഗിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെ ചെറുപ്പക്കാരിലേക്കൊക്കെ എത്തുമ്പോഴുള്ളൊരു അവസ്ഥ എന്തായിരിക്കും രഞ്ജിത്തല്ലേ? തീർച്ചയായിട്ടും ഈ പുകയില ഉൽപ്പന്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ വളരെ ഹാനികരമാണ് എന്ന് കണ്ടുകൊണ്ടാണ് നേരത്തെ വിപണിയിൽ ലഭ്യമായിക്കൊണ്ടിരുന്ന ഈ ഐറ്റംസ് മുഴുവൻ കേരളത്തിൽ നിരോധിക്കാനുള്ള കാരണം. നിരോധിച്ചപ്പോൾ സംഭവിച്ചത് എന്താ വെച്ചാൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചിട്ട് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നതിൻ്റെ ഇരട്ടി വിലയ്ക്ക് വിൽക്കാൻ തുടങ്ങി. ഇപ്പോൾ കരിഞ്ചന്തയിൽ ഇത് കിട്ടുന്നു, കരിഞ്ചന്തയിൽ ഇരട്ടി വിലക്കാണ് കിട്ടുന്നത്. വാങ്ങിക്കൊണ്ടിരിക്കുന്നതിന് നഷ്ടമൊന്നുമല്ലാതെ ഇതുകൊണ്ട് ഇതിൻ്റെ വിൽപ്പന കുറയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ശരി രഞ്ജിത്ത്, നമ്മുടെ ഈ ലഹരിക്കെതിരെ അതായത് നമ്മുടെ റിപ്പോർട്ടറിൻ്റെ പോരാട്ടം തുടരുകയാണ്. അപ്പോൾ ക്യാമ്പയിൻ ഇന്ന് കോഴിക്കോടാണ്. അരുൺ സാറൊക്കെ റെഡിയായോ? അരുൺ സാർ ഇതാ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ ക്യാമ്പയിൻ്റെ പ്രത്യേകത, ഈ ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്നുള്ള ക്യാമ്പയിൻ തുടങ്ങിയ ശേഷം നിരവധി സംഘടനകൾ ആ ഒരു മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരികയും അവർ ആ ക്യാമ്പയിൻ്റെ ഭാഗമാവാൻ വേണ്ടി തയ്യാറായി എന്നുള്ളതാണ്. ഇന്നും ഇപ്പോൾ ഇവിടെ ചില ബൈക്ക് റാലികളും അതുപോലെ തന്നെ ചില ലഹരി വിരുദ്ധ സന്ദേശങ്ങളും ഒക്കെയായി കുറേ ആളുകൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇന്നൊരു ഈസ്റ്റർ ദിനമാണ്. ഈസ്റ്റർ ദിനമായിട്ട് അതിൻ്റെ തിരക്കുകളിലൊക്കെ ആൾക്കാരായിരിക്കും. എങ്കിൽ കൂടി അവരൊക്കെ നമ്മളെ കൂടെ ഈ ഒരു മോർണിംഗ് ഷോയിൽ ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വൻ വിജയമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ VS രഞ്ജിത്ത്, അപ്പോൾ അന്ന VS രഞ്ജിത്ത് അങ്കിളിനോട് ഒരു ബൈ പറയുന്നു. ബൈ ബൈ ബൈ. ശരി രഞ്ജിത്ത്, എന്തായാലും ഹാപ്പി ഈസ്റ്റർ. നല്ലൊരു ദിവസമാകട്ടെ, നമ്മുടെ ക്യാമ്പയിൻ അടിപൊളിയാവട്ടെ എന്ന്. അപ്പോൾ ശരി രഞ്ജിത്ത്, കാണാം. താങ്ക് യു. നിങ്ങൾക്കും 2 പേർക്കും 3 പേർക്കും ഹാപ്പി ഈസ്റ്റർ.